ആരാണ് ചീഫ് ഗസ്റ്റ്? അതിന്റെ വിശേഷം പറയൂ. ആദ്യം 2 വയസ്സിൽ ഷുഗർ കുറഞ്ഞിട്ട് ആള് പാരലൈസ്ഡ് ആയതാണ്, പക്ഷെ റിക്കവർ ആയി ഇപ്പോൾ സ്വയം പോരാട്ടമാണ് വയനാടിന് വേണ്ടി. വണ്ടർഫുൾ. അതായത് ആദിൽ എത്ര വയസ്സുണ്ട്? അവന് 11 വയസ്സ്. 11 വയസ്സുള്ള ആദിൽ 2ാമത്തെ വയസ്സിൽ ഷുഗർ കാരണം മെലിഞ്ഞു പോയതാണ്. അതിനുശേഷമുള്ള തിരിച്ചുവരവാണ്. നമ്മളെ DYFIയുടെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി നടത്തി 20-25 വീട് പണിത് കൊടുക്കുന്നുണ്ട് പാസ്സായി. അതിൽ നമ്മുടെ ബിരിയാണി ചലഞ്ച്. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ബിരിയാണി ഉണ്ടോ അവിടെ? ഇത് ചൂരൽമല ദുരിതബാധിതർക്ക് DYFI നിർമ്മിച്ച് നൽകുന്ന വീട് നിർമ്മാണ ചെലവിലേക്ക് ഫണ്ട് ശേഖരണാർത്ഥം വടുവഞ്ചൽ മേഖല. എങ്ങനെയുണ്ട്? കച്ചവടം ഉണ്ടോ? കച്ചവടം ഉണ്ട്, അത്യാവശ്യം വരുമാനം. അതുകൊണ്ടുണ്ട്. നമ്മൾ 1 ലക്ഷം എത്ര രൂപ ഇപ്പം നമ്മളൊരു 35,000 ഇപ്പം ഇന്നലെ. എത്ര ദിവസം കൊണ്ട്? 6 ദിവസം കൊണ്ട്. 6 ദിവസം കൊണ്ട് DYFI 30,000 രൂപ ബിരിയാണി കൊടുത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗംഭീരം. ഓക്കെ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ കടയാണ് കണ്ടത്. നമ്മളിപ്പോൾ ഏറെ സമയത്തിൽ നിന്ന് വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 1.5 hours നമ്മൾ ലേറ്റ് ആണ്. ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ സ്ഥലത്തേക്ക് അതിവേഗം പോകണം. തീർച്ചയായിട്ടും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും. അപ്പോൾ നമ്മുടെ വളരെ സാധാരണക്കാരായ നമ്മളെയൊക്കെ സ്നേഹിക്കുകയും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹൃദയത്തിൻ്റെ നൈർമല്യമുള്ള ഒരു ജനതയുടെ ഹൃദയത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദി ഇപ്പൊ എന്താ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ല്. ആദ്യം എന്താ ഇങ്ങോട്ട് വന്ന? വയനാട് നമുക്ക് വീണ്ടെടുക്കണ്ടേ? റീബിൽഡ് ചെയ്യണം. വേണം അല്ലേ? ഓക്കെ, ഉഷാറല്ലേ? ഓക്കെ, താങ്ക് യു. അതിൽ 2 വയസ്സിൽ ഷുഗർ കൂടിയിട്ട് കുറഞ്ഞിട്ട് പാരലൈസ്ഡ് ആയി. ഒടുവിൽ ആദിൽ തിരിച്ചു വന്നു. ആ തിരിച്ചുവരവ് പോലെ ആവണം ഒരു നാടും. അപ്പോൾ ആദിലിൻ്റെ കഥ എങ്ങനെയാണ്? ആ തിരിച്ചുവരവ് പോലെ ആദിയുടെ തിരിച്ചുവരവ് പോലെ വയനാടും തിരിച്ചു വരും. 2ാമത്തെ വയസ്സിൽ ഷുഗർ കൂടി പാരലൈസ്ഡ് ആയ ഒരു കുഞ്ഞ് ജീവിതത്തിലേക്ക് അത്ഭുതകരമായ വിധം തിരിച്ചു വന്നതുപോലെ നമ്മളൊരു ദുരന്തത്തിൽ മരവിച്ചു പോയ പാരലൈസ് ചെയ്യപ്പെട്ടൊരു സമൂഹത്തെ തിരിച്ച് അവരുടെ ജീവിതത്തിൻ്റെ തുടിത്താളത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമ്മൾ നടത്തുന്ന ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ റീബിൽഡ് വയനാട് എന്ന റിപ്പോർട്ടറിൻ്റെ ഇനിഷ്യേറ്റീവ്. അതിന് വയനാടിൻ്റെ ജനത ഹൃദയം കൊണ്ടുള്ള സ്വീകരണമാണ് നൽകുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഉലച്ചിരിക്കുന്നു. ഒരർത്ഥത്തിൽ സന്തോഷം കൊണ്ടും പ്രതീക്ഷ കൊണ്ടും വല്ലാതെ ഉലഞ്ഞു പോയ മനുഷ്യരാണ്. ഇനി അവരെ ചേർത്ത് നിർത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ വേണം. ഇനി ഇവരുടെ ഉപജീവനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ടൂറിസമാണ്. അപ്പോൾ നമ്മൾ ഒരു അതിഥിയെ കൂടി പരിചയപ്പെടുന്നു. സുബൈർ ടൂറിസം ഗൈഡ്സ് അസോസിയേഷൻ സെക്രട്ടറിയാണ്. കഴിഞ്ഞ 23 വർഷമായിട്ട് വയനാട്ടിലെ ടൂറിസം മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. വയനാടിനെ ലോകർക്ക് പരിചയപ്പെടുത്തുന്ന ഗൈഡ്സുമാരുണ്ട്. എത്ര ഗൈഡുമാർ ഇവിടെ നിങ്ങളുടെ അംഗീകൃത അസോസിയേഷനിലുണ്ട്? നമുക്ക് അംഗീകൃത ഗൈഡുമാർ ഇപ്പം വയനാട് ജില്ലയിൽ 10-ലധികം ഗൈഡുമാരുണ്ട്. അത് ഞങ്ങൾ 2001 മുതലുള്ള ഗൈഡുമാർ വയനാട് ജില്ലയിലുണ്ട്. ഹായ്, നമസ്കാരം. ഹായ്. പിന്നെ പെട്ടെന്ന് എടുത്തോ മോളെ. ഓക്കെ, അവളുടെ പേരെന്താ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ശരി മോളെ. ഓക്കെ, ശരി സാർ. താങ്ക് യു.